മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ദനഹാകാലം 7-ാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണല്ലോ. ഈ ഞായറാഴ്ച തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഈ തിരുവചനത്തിൽ നാം കണ്ടുമുട്ടുന്നത് ഒരു ശതാധിപൻ ഈശോയുടെ മുമ്പിൽ വന്ന് തൻ്റെ ഭൃത്യനു വേണ്ടി യാചിക്കുന്ന രംഗമാണ്. തീർച്ചയായും ഈ ശതാധിപൻ ഒരു വിജാതീയനാണ്. കാരണം എന്താണെന്ന് നമ്മൾ തിരയുകയാണെങ്കിൽ, അന്നത്തെ കാലഘട്ടത്തിലെ യഹൂദന്മാർ മുഴുവൻ റോമാക്കാരുടെ കീഴിലായിരുന്നു. അന്ന് റോമാ സാമ്രാജ്യമാണ് യഹൂദരെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ തലവനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഈ വിജാതീയനായിട്ടുള്ള ശതാധിപൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നവനാണെങ്കിലും ഈശോയെപ്പറ്റി പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ എങ്കിലും യഹൂദരെക്കാൾ അധികം ഈശോയെ ബഹുമാനിക്കുന്നതായിട്ട് നാം വചനത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹം തൻ്റെ അയോഗ്യത ഈശോയുടെ മുമ്പിൽ ഏറ്റുപറയുകയാണ്. ഈ ശതാധിപതിന്റെ വിശ്വാസത്തെ വാനോളം പുകഴ്ത്തുകയാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഇന്നത്തെ തിരുവചനത്തിൽ. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരു വിജാതീയന് പോലും നന്മ ചെയ്യാൻ തയ്യാറായി മറ്റൊന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെടുന്ന ഈശോയെയാണ് നാം ഇന്നത്തെ വചനത്തിൽ കണ്ടുമുട്ടുന്നത്. ഈശോയുടെ അനുയായികളായ നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ മടി വിചാരിക്കരുത് എന്നും കാലവിളംബം വരുത്തരുത് എന്നും വചനം നമ്മെ ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തൻ്റെ അയോഗ്യത ഏറ്റുപറയുന്ന ഒരു ശതാധിപനെ നാം വചനത്തിൽ കാണുന്നുണ്ട്. സത്യത്തിൽ ഇദ്ദേഹം ഈശോയുടെ തന്നെ അധികാരിയാണ്. ഈശോയോട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ കൽപ്പിച്ചാൽ അതിന് മാത്രം അധികാരമുള്ള ഒരു വ്യക്തിത്വമായിരുന്നിട്ടും തൻ്റെ അയോഗ്യത ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കരുണയ്ക്കായി യാചിക്കുന്ന സ്നേഹനിധിയായ വ്യക്തിത്വമായിട്ടാണ് വചനത്തിൽ നാം ഈ ശതാധിപനെ കണ്ടുമുട്ടുന്നത്. പ്രിയമുള്ളവരെ, ഈ ശതാധിപൻ നമുക്കൊരു മാതൃകയാണ്. നാം ദൈവത്തിൽ നിന്ന് നേടിയതെല്ലാം അവിടുത്തെ കരുണ മൂലമാണ്. ഒന്നും നമ്മുടെ അവകാശമല്ല എന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് നല്ലവനായ ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരാകാം. ഉറച്ച വിശ്വാസത്തിന് ഉടമയും കൂടിയാണ് ഈ ശതാധിപൻ. യഹൂദനായ ഈശോ തൻ്റെ ആവശ്യം സാധിച്ചു തരാൻ വളരെ സാധ്യത കുറവായിരുന്നുവെങ്കിലും അദ്ദേഹം ഈശോയിൽ ശരണപ്പെടുകയാണ്. ഈശോയിൽ വിശ്വസിക്കാനും അവിടുത്തെ മുമ്പിൽ എളിമപ്പെടാനും ശാസ്ത്രീയമായ തെളിവുകളൊന്നും ഈ വിജാതീയനായ ശതാധിപന് ലഭിച്ചിരുന്നില്ല. പ്രിയമുള്ളവരെ, വിശ്വസിക്കാൻ ഒരു ഉറപ്പും ഇല്ലാത്തപ്പോഴും നമ്മുടെ വിശ്വാസം എത്രമാത്രം ഉണ്ട് എന്ന് ഈശോ നമ്മളോട് ചോദിക്കുന്നുണ്ട്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലും എളിമയോടെ കർത്താവിൽ ശരണപ്പെടാൻ ഇന്നത്തെ വചനം നമ്മെ ഏറെ സ്നേഹത്തോടെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഈ ശതാധിപൻ ഈശോ മിശിഹയാണെന്ന് മാത്രം മനസ്സിലാക്കാൻ അറിവുള്ളവനായിരുന്നില്ല. ഇതെല്ലാം അറിഞ്ഞിരുന്ന അക്കാലത്തെ യഹൂദരാകട്ടെ ഈശോയെ തള്ളിപ്പറഞ്ഞവരായി മാറി. അവരോട് ഈശോ ഒരു താക്കീത് നൽകുന്നുണ്ട്. അത് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന നിത്യജീവനെ പറ്റിയാണ്. പ്രിയമുള്ളവരെ, വചനമറിഞ്ഞിട്ടും ഈശോയിൽ വിശ്വസിക്കാൻ നാം കൂട്ടാക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ശരണം മറ്റെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിത്യജീവൻ എന്നത് നമുക്കും നഷ്ടപ്പെടാം എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കണ്ണുകളോടെ മറ്റുള്ളവരെ കാണാനും വിശ്വാസം ഉജ്ജ്വലിപ്പിക്കാനും നല്ലവനായ ദൈവത്തോട് നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം.